السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. ആദരണീയരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ, യുവാക്കൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, സുഹൃത്തുക്കൾ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് മർക്കസു ദാരിൽ അശ്അരിയ്യ എന്ന ഈ മഹത്തായ സ്ഥാപനം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ അറിവുകൾ നൽകുന്നതിനും ഈമാനും ഇസ്ലാമും ജനങ്ങളിൽ ഉണ്ടാക്കി തീർക്കുന്നതിനും മുസ്ലിം ഉമ്മത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിക്കും വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. മഹാനായ സൂരിബൈൽ ഉസ്താദ് അവറുകൾ ഈ നാട്ടിലും പരിസരങ്ങളിലുമുള്ള എല്ലാ വിഭാഗം ജനങ്ങൾക്കും ആദരണീയനായ ഒരു വ്യക്തിയായിരുന്നു. മഹാനവറുകളുടെ ആണ്ടനുസ്മരണത്തോടനുബന്ധിച്ച് ഈ സ്ഥാപനത്തിൻ്റെ വിപുലമായ ഒരു പരിപാടിയും കൂടിയാണ് നടക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇൻഷാ അല്ലാഹ് ശേഷം ബഹുമാനപ്പെട്ട മുത്തന്നൂർ തങ്ങളടക്കം ധാരാളം സയ്യിദന്മാരും ആലിമീങ്ങളും എല്ലാം നിങ്ങൾക്ക് നേതൃത്വം നൽകാനും നിങ്ങളോട് സംസാരിക്കാനും അല്ലാഹുവിനോട് ദുആ ചെയ്യാനും ഈ മജ്ലിസിൽ ഉണ്ട്. ഞാൻ വളരെ നീണ്ട ഒരു യാത്ര കഴിഞ്ഞ് നാട്ടിലെത്തിയിട്ടും യാത്ര തീരാതെ ഇനി ഇവിടെ നിന്ന് 10 മണിയുടെ ട്രെയിനിന് നേരത്തെ ആസനക്ക് ടിക്കറ്റ് എടുത്തതാണ്. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സഖാഫി പറഞ്ഞതുപോലെ നീണ്ട പ്രസംഗം ഇപ്പോൾ നിവൃത്തിയില്ല.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ വാക്കുകളും പ്രവൃത്തികളും അല്ലാഹുവിൻ്റെ പൊരുത്തത്തിലായി ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഞാനും നിങ്ങളും എല്ലാം അല്ലാഹുവിൻ്റെ പാവപ്പെട്ട അടിമകളാണ്. അല്ലാഹു ജല്ല ജലാലുഹു ലോകത്തുള്ള മുഴുവനും സൃഷ്ടികളെയും സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ചു വരുന്ന റബ്ബാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശല്യം ചെയ്തിരുന്ന ശത്രുക്കൾ അവിടുത്തെ കഴുത്തിൽ മുണ്ടിട്ട് ഞെരിച്ച് കൊന്നുകളയാൻ വേണ്ടി, കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ വേണ്ടി രണ്ട് ഭാഗത്തും പിടിച്ചു മുറുക്കി വലിച്ച ഒരു സംഭവം പരിശുദ്ധമായ സഹീഹുൽ ബുഖാരിയിൽ ഉണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം യാതൊരു തെറ്റും ചെയ്തിട്ടില്ല, ചെയ്യുന്ന വ്യക്തിയും അല്ല. 40 വർഷത്തോളം അവിടുന്ന് മക്കയിൽ ജീവിച്ചപ്പോൾ ആ ജീവിതത്തിൽ ഒരു ചെറിയ ന്യൂനത പോലും കണ്ടെത്താൻ ഒരു ശത്രുവിനും സാധിച്ചതില്ല. പക്ഷേ 40 വയസ്സുവരെ വളരെയേറെ ആദരിക്കുകയും സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്തിരുന്ന മക്കയിലെ മുശ്രിക്കുകൾ, ഖുറൈശികൾ, അവർ വിശ്വസിച്ചു വരുന്ന വിശ്വാസങ്ങളിലുള്ള ന്യൂനതകളും അപാകതകളും ചൂണ്ടിക്കാണിക്കുകയും ശരിയായ വിശ്വാസത്തിലേക്ക്, അഥവാ ലോകം മുഴുക്കെ സൃഷ്ടിച്ചവനും നിയന്ത്രിക്കുന്നവനും എല്ലാം കൊടുക്കുന്നവനും തടയുന്നവനും അല്ലാഹുവാണ്, അവൻ മാത്രമേ ഇലാഹുള്ളൂ എന്ന സുന്ദരമായ ആശയം മനുഷ്യൻ വേറൊരു മനുഷ്യന് സുജൂദ് ചെയ്യേണ്ടവൻ അല്ല, വേറെ ഒരു മനുഷ്യന് സാഷ്ടാംഗം ചെയ്യേണ്ടവൻ അല്ല, വേറെ ഒരാൾക്ക് അവരുടെ അടിമത്വത്തിൽ ജീവിക്കേണ്ടവൻ അല്ല. മനുഷ്യൻ ലോകസൃഷ്ടാവായ അല്ലാഹുവിന് സുജൂദ് ചെയ്യേണ്ടവനാണ്, അല്ലാഹുവിനെ ആരാധിക്കേണ്ടവനാണ്. അല്ലാഹു മാത്രമേ ആരാധനക്ക് അർഹൻ ഉള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സുന്ദരമായ ആശയവും ലോകത്തുള്ള സർവ ജനങ്ങളെയും ജിന്നുകളെയും സന്മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട, സർവ നന്മയുടെയും നിമിത്തമായി അയക്കപ്പെട്ട വ്യക്തിയാണ് ഞാൻ. ഞാൻ നിങ്ങളെപ്പോലുള്ള ഒരു കേവല സാധാരണ മനുഷ്യൻ അല്ല എന്ന സുന്ദരമായ ആശയവും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞപ്പോൾ, അതേപോലെ എല്ലാ നീചകൃത്യങ്ങളെയും തെറ്റുകളെയും അവിടുന്ന് ഘട്ടം ഘട്ടമായി ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പരിശ്രമം ആരംഭിച്ചപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഒരു ഭാഗത്ത് വലിയ മദ്യപാനികൾ, കള്ളുകുടിയന്മാർ, വേറൊരു ഭാഗത്ത് പെണ്ണുപിടിയന്മാർ, മറ്റൊരു ഭാഗത്ത് പക്ഷപാതിത്വത്തിന്റെ പേരിലും വർഗീയതയുടെ പേരിലും കുടുംബമഹിമയുടെ പേരിലുമൊക്കെ പരസ്പരം തർക്കിച്ച്
കലഹിച്ച് കൊല നടത്തുന്നവർ, അതിനുവേണ്ടി വെല്ലുവിളിക്കുന്നവർ, നാട്ടിൽ ശരിയും തെറ്റും നോക്കാതെ പാവപ്പെട്ടവരെ ചൂഷണം ചെയ്തും അവരെ ആക്രമിച്ചും അവരുടെ പണം കൈവശപ്പെടുത്തുന്ന വലിയ വലിയ ഭീകരന്മാർ, അങ്ങനെ തുടങ്ങി ധാരാളം ഉചിതമല്ലാത്ത പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ ഏർപ്പെടുന്ന സമയം അവരെയെല്ലാം സന്മാർഗത്തിന്റെ വഴിയിലേക്ക് നയിക്കാൻ വേണ്ടി വന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയും ശല്യം ചെയ്തിട്ടില്ല, ആരെയും ഒരു തരിമ്പും ആക്രമിച്ചിട്ടില്ല, ആരെയും ചീത്ത വിളിച്ചിട്ടില്ല, തെറി പറഞ്ഞിട്ടില്ല, ആരെയും വേദനിപ്പിച്ചിട്ടില്ല. അവിടുന്ന് ശരിയായ ആശയം സ്വീകരിക്കാൻ സന്നദ്ധതയുള്ളവർക്ക് സ്വീകരിക്കാമെന്ന നിലക്ക് പറഞ്ഞു കൊടുക്കുക മാത്രമാണ് ചെയ്തത്. അതിന്റെ പേരിൽ അങ്ങേയറ്റത്തെ ശത്രുത വെച്ച ആ ആശയവിരോധികളായ ഖുറൈശികൾ, മുശ്രിക്കുകൾ അവിടുന്ന് കഅബ ശരീഫിന്റെ സമീപത്ത് നിൽക്കുമ്പോൾ കഴുത്തിൽ മുണ്ടിട്ട് ചുരുട്ടി രണ്ട് ഭാഗവും പിടിച്ചു വലിച്ചു മുറുക്കുകയാണ്. ശ്വാസം മുട്ടി മരിച്ചു പോകുമെന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാൻ അവർ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ആദ്യം എല്ലാവരും വിശ്വസിക്കുന്നതിന് മുമ്പ് പുരുഷന്മാരിൽ വെച്ച് ആദ്യമായി വിശ്വസിച്ച വ്യക്തിയാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കുട്ടികളിൽ ആദ്യം വിശ്വസിച്ച ആളാണ് അലി ഇബ്നു അബീ ത്വാലിബ്. അടിമകളിൽ ആദ്യമായി വിശ്വസിച്ച ആളാണ് ബിലാലുൽ മുഅദ്ദിൻ. സ്ത്രീകളിൽ ആദ്യമായി വിശ്വസിച്ചവരാണ് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹു കുല്ലി വാഹിദിൻ അജ്മഈൻ. ആ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ജീവിച്ച വേറെ ഒരാൾ ഇല്ല. ആരുമില്ലാത്ത സ്ഥലത്തും നിങ്ങൾക്കും നമുക്കും എല്ലാവർക്കും അറിയാം, ഹിജ്റ പോകുമ്പോഴും കൂടെയുള്ളത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. സഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ബുദ്ധിയും വിവരവും ഉള്ള വ്യക്തി സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് സഹീഹുൽ ബുഖാരിയിൽ കാണാം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, അല്ലാഹു തആല ഒരു അടിമക്ക് ചോയ്സ് നൽകിയിരിക്കുന്നു, സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. അല്ലാഹുവിന്റെ അടുക്കലുള്ള തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ നിൽക്കാം എന്ന അർത്ഥത്തിൽ ചോയ്സ് നൽകിയിരിക്കുന്നു. ആ അടിമ അല്ലാഹുവിന്റെ അടുക്കലുള്ളത് തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൊട്ടി പൊട്ടി കരഞ്ഞു. അപ്പോൾ മറ്റുള്ള സഹാബികളിൽ പലരും ധരിച്ചു, ഈ പ്രായമുള്ള ആള് എന്തിനാണ് കരയുന്നത്? ഏതോ ഒരാൾക്ക് പടച്ചവൻ ചോയ്സ് കൊടുത്തതിന് ഈ വ്യക്തി എന്തിന് കരയണം? പക്ഷേ ആ സഹാബികൾ തന്നെ പറഞ്ഞത് കാണാം, ഞങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക് മനസ്സിലാക്കാൻ അത്രത്തോളം അന്ന് വിവരം ഉണ്ടായില്ല. കാന അബൂബക്കറിൻ അലമനാ, ഞങ്ങളിൽ ഏറ്റവും കൂടുതൽ വിവരമുള്ള ആള് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. സഹാബത്തിൽ ഏറ്റവും വിവരമുള്ള ആൾ. ഇമാം ബുഖാരി അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാന അലമനാ, ഏറ്റവും വിവരമുള്ള ആൾ.
ആ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ അടുത്ത് കേരളത്തിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, അദ്ദേഹത്തിന് ദീൻ അറിയില്ല, സുന്നത്ത് ജമാഅത്ത് അറിയില്ല, അദ്ദേഹത്തിന്റെ ഭാഷയിൽ ഈ ആണ്ടനുസ്മരണമൊക്കെ ഖുറാഫാത്താണ്. അതുപോലെ സുന്നത്ത് ജമാഅത്തുകാർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം വിവരക്കേടാണ്. കാരണം അദ്ദേഹത്തിന് തീരെ വിവരം ഇല്ല. അല്ലാഹു തആല പഠിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെക്കാണെല്ലാം വിവരമുള്ള പലരും സഹാബികളിൽ ഉണ്ടായിട്ട് വിവരമില്ലാത്ത അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയാണ് ഭരണാധികാരിയാക്കിയത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സഹാബത്ത് ഒരിക്കലും തന്നെ വിവരമില്ലാത്ത ആളെയല്ല ഭരണാധികാരിയാക്കിയത്. കാന അഅലമന, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഞങ്ങളിൽ ഏറ്റവും വിവരമുള്ള ആള് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം പറഞ്ഞു തീർക്കാൻ കഴിയില്ലല്ലോ. ഒരു സ്ത്രീ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു കാര്യം പറഞ്ഞു. നബി തങ്ങൾ അതിന് മറുപടി പറഞ്ഞു. ആ സ്ത്രീ ചോദിച്ചു, ഞാൻ എരി വരുമ്പോൾ അവിടുന്ന് ഇല്ലെങ്കിലോ? നിങ്ങൾ അബൂബക്കറിനെ വന്ന് കണ്ടാൽ മതി. വഫാത്തിന് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ പ്രതിനിധിയായി ഭാവിയിൽ വരുന്ന ആള് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണെന്ന് പഠിപ്പിക്കുകയായിരുന്നു. ഏറ്റവും കൂടുതൽ വിവരമുള്ള ആളാണ് ഇമാമത്ത് നിൽക്കേണ്ടത്. അവർക്കാണ് കൂടുതൽ അർഹത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗമായപ്പോൾ നബി തങ്ങൾ വേറൊരു സ്ഥലത്ത് പോയി എത്താൻ അല്പം വൈകിപ്പോയപ്പോൾ അവിടെയെല്ലാം നബി തങ്ങളും സഹാബത്തും തെരഞ്ഞെടുത്തത് ഏറ്റവും വിവരമുള്ള സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ്. കാരണം ഏറ്റവും വിവരമുള്ള ആളാണ് നേതാവാകേണ്ടത്, ഇമാമത്ത് നിൽക്കേണ്ടത്. അങ്ങനെ ധാരാളം തെളിവുകൾ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വവും വിവരവും പറയാൻ വേണ്ടി. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ എല്ലാ സ്ഥലത്തും നബി തങ്ങളുടെ കൂടെ സഹായത്തിനുണ്ടായ വ്യക്തിയാണ്. ആ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശ്രദ്ധയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കഴുത്ത് ഞെരിക്ക് കൊല്ലാൻ ശത്രുക്കൾ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ ഓടി വന്ന് പിടിച്ചു മാറ്റിയിട്ട് ചോദിച്ചു, അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്, അല്ലാഹുവാണ് എൻ്റെ റബ്ബ്, അല്ലാഹുവാണ് എൻ്റെ റബ്ബ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ ഒരു വ്യക്തിയെ കൊല്ലുകയാണോ? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ച ആശയമാണ് റബ്ബുനല്ലാഹ്, നമ്മുടെ റബ്ബ് അല്ലാഹുവാണ് എന്ന്. അത് അംഗീകരിക്കാത്തവരായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ. എന്നാൽ സുബ്ഹാനല്ലാഹ്, മക്കയിലെ മുശ്രിക്കുകൾ റബ്ബ് അല്ലാഹുവാണെന്ന് അംഗീകരിച്ചിരുന്നു എന്നാണ് പുത്തൻവാദികൾ സാധാരണയായി പറയാറുള്ളത്. അങ്ങനെയാണ് അത്തൗഹീദ് എന്ന പുസ്തകം ഇബ്നു അബ്ദുൽ വഹാബ് രചിച്ചതും ആ പുസ്തകത്തിന്റെ ചുവട് പിടിച്ച് പലരും മുസ്ലിം ഉമ്മത്തിൽ ഭിന്നിപ്പുണ്ടാക്കിയത്. ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. റബ്ബ് അല്ലാഹുവാണെന്ന് പറഞ്ഞതിന്റെ പേരിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ ശ്രമിക്കുന്നത് എന്ന് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് സഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. അതാണ് അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്. അപ്പോൾ ആ മുശ്രിക്കീങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് തിരിച്ചു ചോദിച്ചോ, റബ്ബി അല്ലാഹ് എന്നുള്ളത് ഞങ്ങളും പറയുന്ന സംഗതി തന്നെയാണ് എന്ന് പറഞ്ഞോ? പറഞ്ഞില്ലല്ലോ. കാരണം അവർ അത് അംഗീകരിക്കുന്നവർ അല്ല. ഇതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുർആൻ ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്
ثم استقاموا فلا خوف عليهم ولا هم يحزنون. വേറൊരു ആയത്തിൽ ഇന്നല്ലദീന ഖാലു റബ്ബുന അല്ലാഹു ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا أبشروا بالجنة التي كنتم توعدون. ഈ ആയത്തിലെല്ലാം പഠിപ്പിക്കുന്നത് എന്താണ്? അതുപോലെ പരിശുദ്ധ ഖുർആനിൽ എത്രയെത്ര ആയത്തുകളാണ് ആ വിഷയം പഠിപ്പിക്കാനുള്ള ആയത്തുകൾ ഉള്ളത്. ലോകത്ത് മുഅ്മിനീങ്ങൾ അവർ ഉറച്ചു വിശ്വസിക്കുന്നു, അവരെ സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിക്കുന്നവൻ അല്ലാഹുവാണ്. റബ്ബി അല്ലാഹ്, റബ്ബുന അല്ലാഹ് അവരുടെ പ്രഖ്യാപനമാണ്. ആ പ്രഖ്യാപനം നടത്തുന്നതോടുകൂടെ അവർ നേരെ ചൊവ്വേ ജീവിക്കുന്നു. അവർക്ക് അഹങ്കാരമില്ല, അവർക്ക് അസൂയയില്ല, വിദ്വേഷമില്ല, വൈരാഗ്യമില്ല, വെറുപ്പില്ല, ആരോടും വെറുപ്പില്ല. എല്ലാവരും രക്ഷപ്പെടണമെന്ന ചിന്ത. അതിന്റെ പുറമെ ആര് അവരെ എത്ര ബഹുമാനിച്ചാലും ഞാനൊരു വലിയവനാണ്, ഞാൻ ആദരിക്കപ്പെടേണ്ടവനാണ് എന്ന ചിന്തയില്ല. ഞാൻ ജനങ്ങളിൽ ഏറ്റവും പാവപ്പെട്ട ആളാണ് എന്ന് ചിന്തിക്കുന്നു. മറ്റുള്ളവർക്ക് ആദരവും ബഹുമാനവും നൽകുന്നു. ഒരിക്കലും തന്നെ പൊക്കി പറയുന്നില്ല. ഖുർആൻ പറഞ്ഞില്ലേ, ലാ തുസക്കൂ അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നന്നാക്കി പറയരുത്, ശരീരത്തെ പൊക്കി പറയരുത്, നിങ്ങളെ നിങ്ങൾ പുകഴ്ത്തി പറയരുത്. കാരണം ഹുവ അഅലമു ബിമനിത്തഖാ, അല്ലാഹുവാണ് അറിയുന്നവൻ ആരാണ് തഖ്വയുള്ളവൻ, ആരാണ് ഭക്തിയുള്ളവൻ എന്ന് റബ്ബിനാണ് അറിയുന്നത്. നിങ്ങൾക്കറിയില്ല. തഖ്വയുണ്ടെങ്കിലല്ലേ വിജയമുള്ളൂ, തഖ്വയുണ്ടെങ്കിലല്ലേ രക്ഷയുള്ളൂ. സ്വർഗ്ഗം മുഅദ്ദത്തിൽ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് സ്വർഗ്ഗം തയ്യാർ എന്നല്ലേ ഖുർആൻ പറഞ്ഞത്. അതെ, ആ തഖ്വയുള്ളവർ ആരാണ് എന്നറിയുന്നവൻ അല്ലാഹുവാണ്. ഹുവ അഅലമു ബിമനിത്തഖാ. നിങ്ങൾ ഒരിക്കലും ലാ തുസക്കൂ അൻഫുസക്കും, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ നന്നാക്കി പറയരുത്. അങ്ങനെ ധാരാളം സ്ഥലങ്ങളിൽ നമുക്ക് കാണാം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹു കൽപ്പിച്ചതെല്ലാം എടുക്കുകയും അല്ലാഹു വിരോധിച്ചതൊഴിക്കുകയും മനസ്സിൽ താഴ്മയോടുകൂടി ഞാൻ അല്ലാഹുവിന്റെ പാവപ്പെട്ടൊരടിമയാണ്, എന്നെ റബ്ബ് രക്ഷപ്പെടുത്തിയാൽ മാത്രം ഞാൻ രക്ഷപ്പെടും, എനിക്ക് എന്റെ ആഖിബത്തിനെ കുറിച്ച് അറിയില്ല, മരിക്കുന്ന സമയത്ത് ഞാൻ സന്തോഷത്തോടെ മരിക്കുമോ അല്ല, എന്നെ മരിക്കുന്ന സമയത്തുള്ള അവസ്ഥ എന്താ, അതിനെക്കുറിച്ച് എനിക്ക് മുൻകൂട്ടി അറിയില്ല. ഞാൻ ആ കാര്യത്തിൽ ബേജാറിലാണ്, ഞാൻ പേടിയിലാണ്. പക്ഷേ എന്റെ റബ്ബ് എന്നെ രക്ഷപ്പെടുത്തുമെന്ന പ്രതീക്ഷയിലുമാണ്. അങ്ങനെ ഖൗഫും റജാഉമായി ജീവിക്കുന്ന ഭക്തിയുള്ള താഴ്മയുള്ള മനുഷ്യർ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ, അതേ അവരുടെ പ്രഖ്യാപനം ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ, പിന്നെ അവർ നേരെ ചൊവ്വേ ജീവിക്കുന്നു. യാതൊരു വളവും വക്രതയും അതേ വഞ്ചനയും ചതിയും ഒന്നും അവരുടെ ജീവിതത്തിൽ ഇല്ല. സുമ്മ ഇസ്തഖാമൂ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്ക് ഭയമില്ല, അവർക്ക് ടെൻഷനില്ല, അവർക്ക് ഈ ഭൗതികമായ ലോകത്തെ സംബന്ധിച്ച് യാതൊരു പേടിയും ഇല്ല. കാരണം അവർ അല്ലാഹുവിൽ ഹൃദയം തിരിഞ്ഞവരാ, അല്ലാഹുവിലേക്ക് മനസ്സ് വെച്ചവരാ. അവരുടെ സ്നേഹം മുഴുവനും അല്ലാഹുവിനാണ്. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അവരുടെ സ്നേഹം അങ്ങേയറ്റത്തെ സ്നേഹം അല്ലാഹുവിനോടാണ്. കാരണം അവനെ തന്നെയല്ലേ സ്നേഹിക്കേണ്ടത്. അവൻ തന്നതാണ് കിഡ്നി, അവൻ തന്നതാണ് ഹാർട്ട്, അവൻ തന്നതാണ് ബ്രെയിൻ, അവൻ തന്നതാണ് കരൾ,
അവൻ തന്നതാണ് എല്ലാ നാഡിനരമ്പുകളും, അവൻ തന്നതാണ് രക്തം, അവൻ തന്നതാണ് മാംസം, അവൻ തന്നതാണ് മജ്ജ, അവൻ തന്നതാണ് എല്ല്, അവൻ തന്നതാണ് പല്ല്, അവൻ തന്നതാണ് കയ്യും കാലും നാക്കും മൂക്കും. എല്ലാം തന്നവൻ അവനാണ്. അത് മുഴുവനും നിയന്ത്രിക്കുന്നവനും അവനാണ്, ചലിപ്പിക്കുന്നവനും അവനാണ്. അതേ, അത് വർക്ക് ചെയ്യിപ്പിക്കുന്നവൻ അവനാണ്. ഈ പാവപ്പെട്ട എനിക്ക് പ്രസംഗിക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ ഏതെല്ലാം നാഡിനരമ്പുകളാണ് ചലിക്കേണ്ടത്, ഏതാണ് അനങ്ങാതെ ചലിക്കാതെ നിൽക്കേണ്ടത് എന്നതിനെ കുറിച്ച് യാതൊരു വിവരവും ഇല്ല. അത് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ എൻ്റെ രാജാവായ റബ്ബ് ചലിപ്പിക്കുകയാണ്, എൻ്റെ റബ്ബ് സംസാരിപ്പിക്കുകയാണ്. എൻ്റെ സംസാരം എൻ്റെ വകയിൽ അല്ല. ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നത് എൻ്റെ ശക്തി കൊണ്ടല്ല, ഞാൻ പോകുന്നതും വരുന്നതും എൻ്റെ കഴിവ് കൊണ്ടല്ല. എല്ലാം എൻ്റെ റബ്ബ് അപ്പപ്പോൾ നൽകുന്ന കഴിവുകളാണ്, അപ്പപ്പോൾ തരുന്നതാണ്. ആ റബ്ബ് എനിക്ക് തന്ന അനുഗ്രഹങ്ങളിൽ, നമുക്ക് തന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും ഉന്നതമായ അനുഗ്രഹം ഹിദായത്തിന്റെ വെളിച്ചമാണ്. ഹിദായത്താണ് ഏറ്റവും വലിയ അനുഗ്രഹം.